ഇവിടെ ഒരു സൈഡിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുമ്പോൾ മറ്റേ സൈഡിൽ ആരും അറിയാതെ BCCI ചെറിയ ചില പുറത്താക്കലുകളും കൂടി നടത്തുന്നുണ്ട്. ചെറിയ പുറത്താക്കലൊന്നും അല്ല. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള അഭിഷേക് നായർ, ഗൗതം ഗംഭീർ വന്നപ്പം ഗംഭീർ കൂടെ കൊണ്ടുവന്ന ആളാണ് അഭിഷേക് നായർ. പുള്ളി നമ്മുടെ KKR-ലുള്ള സമയത്ത് ഗംഭീറിനോടൊപ്പം വളരെ നല്ല പ്രകടനമൊക്കെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ BCCI ആളിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് പ്രകടനം അത്ര പോരാ എന്നുള്ള ആരോപണത്തിനെ തുടർന്നാണ് അഭിഷേക് നായരെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതുകൂടാതെ ഫീൽഡിംഗ് കോച്ചായിട്ടുള്ള ദിലീപിനെയും ട്രെയിനറായിട്ടുള്ള സോഹത്തിനെയും നേരത്തെ തന്നെ റിമൂവാക്കി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്രിയാൻ ലീ റോക്സ് ആണ് ഇന്ത്യൻ ടീമിന്റെ പുതിയ ട്രെയിനർ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ BCCIയുടെ കൺട്രോളിൽ പല കാര്യങ്ങളും ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഗൗതം ഗംഭീറിന്റെ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. ഗംഭീറിന് ഒരു സർവ്വസ്വാതന്ത്ര്യം ടീമിൽ കൊടുത്തു കഴിഞ്ഞാൽ പലതും നടക്കും. കാരണം മെയിൻ പ്ലേയേഴ്സ് ഇല്ലാതെ ആദ്യ ടെസ്റ്റ് മെയിൻ പ്ലേയേഴ്സ് ഇല്ലാതെ ഗൗതം ഗംഭീർ ടെസ്റ്റ് ജയിപ്പിച്ചിട്ടുള്ളതാണ്. ചില ബിഗ് നെയിമുകളെ എപ്പോഴും ക്യാരി ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ടീമിലേക്ക് താരങ്ങളെ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് ഗംഭീറിന് KKR-നെ ചാമ്പ്യന്മാരാക്കിയതുപോലെ ഇന്ത്യൻ ടീമിനെ അത്രയും അങ്ങ് സെറ്റാക്കാൻ പറ്റാത്തത്. എങ്കിലും തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ടീമിനെ നല്ല രീതിയിൽ ഗംഭീർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം നേരത്തെ ടെസ്റ്റ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തന്നെയാണ് പ്രസ് കോൺഫറൻസിന് ഗംഭീറിന് അറ്റൻഡ് ചെയ്തില്ല. കാരണം തന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ടീം സെലക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീർ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗംഭീർ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പടയാളികളെ BCCI ചില ബിഗ് ഷോട്ടുകൾക്ക് വേണ്ടി മാറ്റി നിർത്തി അവർക്ക് താല്പര്യമുള്ള ആളുകളെ തിരികെ കയറ്റുന്നു, പലരെയൊക്കെ ബലിയാടാക്കുന്നു എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത കൂടിയാണ്.